ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു തുലിപ്പ് ഫ്രോക്കിൻ്റെ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാനിത് 2 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഈ യോക്കിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ലെങ്ത് ആയിട്ട് 7 ഇഞ്ചും വിഡ്ത്തായിട്ട് 13 ഇഞ്ചസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ 2 പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ലൈനിങ് പീസാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലും ബാക്കിലും യോക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫ്രണ്ടിൽ നെക്ക് ഞാൻ ഇതുപോലെ കുറച്ചൊന്ന് കുഴിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫാബ്രിക് വന്നിട്ടുള്ളത്. ഇത് സ്പേസ് സിൽക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ്. അതുപോലെ തന്നെ വളരെ സോഫ്റ്റും തിന്നും ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമ്മുടെ കയ്യിലൊന്നും പിടിച്ചാൽ ഒതുങ്ങാത്ത ടൈപ്പ് ക്ലോത്താണ് കേട്ടോ. അതുപോലെ തന്നെ ലൈനിങ് ആവശ്യമുള്ളൊരു മെറ്റീരിയൽ കൂടിയാണ്. അപ്പോൾ ലൈനിങ് പീസിനായിട്ട് ഞാനിവിടെ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യോക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗം ഞാൻ അത്രയും അങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 1-2 ഇഞ്ച് എക്സ്ട്രാ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്നും പിടിച്ചാൽ കിട്ടാത്തൊരു ക്ലോത്താണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ചൊരു എക്സ്ട്രാ ആക്കിയിട്ട് എപ്പോഴും എടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ അതാ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഷേപ്പ് കണ്ടോ, നമ്മൾ ഏത് ഭാഗത്തേക്കാണ് വലിക്കുന്നത് അങ്ങോട്ടേക്ക് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈപ്പ് ക്ലോത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റാക്കി പിടിച്ചിട്ട് വേണം എപ്പോഴും ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലുള്ള ക്ലോത്തുകളൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നേരിട്ട് നമ്മൾ യോക്ക് കട്ട് ചെയ്തെടുക്കാതെ ലൈനിങ് പീസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ എഡ്ജൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ പെർഫെക്ഷനിൽ നമുക്ക് ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു സ്ട്രൈപ്പ് കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട് കേട്ടോ. 4 പീസസ് എടുത്തിട്ടുണ്ട്. 2 ഭാഗം നമുക്ക് കൂട്ടിക്കെട്ടാനായിട്ട് ഒരു വള്ളി കൊടുക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 12 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം ഒരു സ്ട്രൈപ്പ് ആക്കിയിട്ട് മാറ്റാം. ഇനി നമുക്ക് യോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വള്ളിയെ ഇതുപോലെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശത്തിന് മുകളിലേക്കാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാക്കിയിട്ടാണ് ഈ ഒരു ലൈനിങ് പീസ് വെക്കുന്നത്. അപ്പോൾ ഇത് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജിലൂടെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ആം ഹോളും നെക്കിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കൂട്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കി വന്നിട്ടുള്ള ഈ പീസിനെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് മറിച്ചിട്ടെടുക്കാൻ ഈസി ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കർവിലൂടെ ഒക്കെ ഒന്ന് ക്രോസ് കട്ടും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതുപോലെ ചെരിച്ചൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ മറിച്ചിട്ടെടുക്കുകയാണെങ്കിൽ ഇതാ നമ്മുടെ ആം ഹോളിൻ്റെ കർവൊക്കെ നമുക്ക് നല്ല പെർഫെക്റ്റോട് കൂടി കിട്ടും കേട്ടോ. ഇതാ നമ്മുടെ ബാക്ക് യോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്ക് യോക്കാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രൈപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രണ്ട് യോക്കും കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിനൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ ഒക്കെ ഒരു ക്രോസ് കട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് മറിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ മറിച്ചിട്ടെടുക്കാൻ കുറച്ചും കൂടി ഈസി ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് ഞാൻ ഒരു 1-1.5 ഇഞ്ച് ഞാൻ ചെറിയൊരു കർവ് കൊടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ടെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മറിച്ചിട്ടെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്ജിലൂടെയൊക്കെ ഒന്ന് ഞാൻ പതിച്ചും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ താഴേക്ക് വരുന്ന ഫ്രോക്കിൻ്റെ ബോട്ടം പാർട്ട് ഉണ്ടല്ലോ, ഒരു സ്കേർട്ട് പോർഷൻ, അതാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 16 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു പീസിന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കും. അപ്പോൾ എനിക്കിവിടെ 8 ഇഞ്ചസാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്തായിട്ട് കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു 12 ഇഞ്ചസ് വരുന്ന ഒരു പീസിനും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 2 ലെയറായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഇതിനെ ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 ഇഞ്ചസാണ് കേട്ടോ കിട്ടുക. അപ്പോൾ 8 ഇഞ്ചസിൻ്റെയും 6 ഇഞ്ചസിൻ്റെയും 2 പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ 2ആയി മടക്കിയിട്ടാണ് ഞൊറി വിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഭാഗം സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഞൊറി വിട്ട് കൊടുക്കാനും ഒന്നും കൂടി ഈസി ആവും. ഈ ഒരു സ്പേസ് സിൽക്കിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ഒതുങ്ങാത്തൊരു ടൈപ്പാണ്.
അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ നീളത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വിടുത്ത് നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. ഞൊറിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വിടുത്ത് എടുക്കാം. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ഞൊറിവുകളാക്കിയിട്ട് ഈ ഒരു ഭാഗം ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ഞൊറിവുകൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ രണ്ടും കൂടെ നമ്മൾ കയ്യിൽ നിന്ന് സ്കിപ്പായിട്ട് ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ ഞൊറിവുകൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഞൊറിവുകൾ ചെയ്തെടുക്കാനാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പല വിധത്തിലും ഞൊറിവുകൾ ചെയ്യുന്നവരുണ്ട് അല്ലേ. ഇത് രണ്ടായിട്ട് നമ്മളിതുപോലെ മടക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ ഭാഗം നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം മുഴുവനായിട്ടും ഞാൻ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ വരുന്നത്. നമുക്കിത് 16 ഇഞ്ചുള്ളത് 8 ഇഞ്ചായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ, മടക്കിയിട്ട് ചെയ്യല്ലേ. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ 6 ഇഞ്ചിൻ്റെ പീസും കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് രണ്ടും കൂടി ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു യോക്കിൻ്റെ സൈഡ് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 9 ഇഞ്ചാണ് കേട്ടോ എനിക്ക് ചെസ്റ്റ് വിഡ്ത്തായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു മാർക്ക് ചെയ്തതിൻ്റെ ഭാഗത്താണ് നമുക്ക് സൈഡിൽ 2 സ്റ്റിച്ച് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള പീസിനൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ ലൈനിങ് പീസിനേക്കാളും 2 ഇഞ്ച് എക്സ്ട്രാ ആക്കിയിട്ടാണ് മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ബാലൻസ് പീസ് വരും. അപ്പോൾ അതിനൊന്ന് കറക്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ ഫ്രില്ല് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പോർഷനും കൂടി ജോയിൻ ചെയ്തെടുക്കാനുണ്ട്. ഈ ഒരു ഭാഗം ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 18 ഇഞ്ചസാണ്. ഈ ഒരു ഫ്രോക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഈ ഒരു ഫ്രില്ലിട്ട ഭാഗമാണ് കേട്ടോ. നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഫ്രില്ലിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ താഴെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ യോക്കിൽ മാത്രമാണ് ലൈനിങ് പീസ് ആഡ് ചെയ്തിട്ടുള്ളൂ. താഴെ ഭാഗത്തേക്ക് നമുക്ക് ലൈനിങ്ങിന് ആവശ്യം വരുന്നില്ല കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഈ വള്ളിയുടെ എഡ്ജിലായിട്ട് ഒരു തുലിപ്പ് ഫ്ലവറും കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പം ഞാനിതിനെ ആദ്യം കറക്റ്റാക്കി പിടിച്ചിട്ടൊന്ന് ലെവലേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ സ്പേസ് സിൽക്കിൽ തന്നെ വരുന്ന ഒരു ഫാബ്രിക് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കുന്നത്. ഇതും ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കട്ട് പീസായിട്ട് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിൽ നിന്നാണ് ഫ്ലവർ മേക്ക് ചെയ്തെടുക്കുന്നത്. അതിനെ ഇതുപോലെ രണ്ടായി മടക്കിയിട്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ കിട്ടുന്നത്. അതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കോട്ടൺ പീസും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പാറ്റേണിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു വള്ളി ഒന്ന് കടത്തിയെടുക്കണം. അപ്പോൾ നമ്മുടെ നല്ല വശത്തിലൂടെ ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. കട്ട് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ ഒരു തുന്നുന്ന ഭാഗത്തേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഈ ഒരു എഡ്ജ് ഞാൻ ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അവിടെ ഒരു കെട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം ലോക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എക്സ്ട്രാ വന്നിട്ടുള്ള ഈ പീസിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കുമ്പോൾ ഈ ഒരു പാറ്റേണിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്കാണ് ഈ ഒരു കോട്ടൺ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ നടു ഭാഗം ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങോട്ടൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടും നമുക്കൊരു കെട്ടും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ തുലിപ്പ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ ഇത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫ്ലവർ കൂടിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ 4 സൈഡിലും ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ നന്നായിട്ട് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സൈഡിലും ഞാൻ ഈ ഒരു കെട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു കുഞ്ഞു ഉടുപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. എക്സ്ട്രാ വർക്ക് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാതെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രോക്കിനെ അതിമനോഹരമാക്കുന്നത് ഈ ഒരു ഫ്ലവർ കൂടിയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.